വേണ്ട പോകരുതേ, നാദാ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം, പൂമണ്ഡപം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു 78 സങ്കീർത്തനം അതിൻ്റെ 44 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വഹിയാതെ വണ്ണം രക്തമാക്കി തീർത്തു. അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു, അവ അവരെ അരിച്ചു കളഞ്ഞു. തവളയും അയച്ചു, അവ അവർക്ക് നാശം ചെയ്തു. അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടിക്കിളിക്കും കൊടുത്തു. അവൻ അവരുടെ മുന്തിരി വള്ളികളെ കൺമഴ കൊണ്ടും അവരുടെ കാട്ടത്തി വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു. അവൻ അവരുടെ കന്നുകാലികളെ കൺമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടുത്തിക്കും ഏൽപ്പിച്ചു. അവൻ അവരുടെ ഇടയിൽ തൻ്റെ കോപാഗ്നിയും ക്രോധവും രോഷവും കഷ്ടവും അയച്ചു, അനർത്ഥ ദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ. അവൻ അവരുടെ ഇടയിൽ തൻ്റെ കോപാഗ്നിയും ക്രോധവും രോഷവും കഷ്ടവും അയച്ചു എന്ന വചനം. അനർത്ഥ ദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ. മടങ്ങി വരേണ്ട മക്കൾ, ദൈവം പോറ്റി പുലർത്തിയത് ഒക്കെ മറന്നു പോകുമ്പോൾ ഓർക്കണം ദൈവമക്കളെ, നമ്മളെ വിളിച്ച് വേർതിരിച്ചൊരു ദൈവം, ആമേൻ, ഹല്ലേലൂയ, ജീവിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മളെ അറിഞ്ഞ കർത്താവ് നിറഞ്ഞൊരു സാക്ഷിക്ക് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നില്ലേ? എന്നാൽ യഹോവയുടെ കോപവും ക്രോധവും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലങ്ങളിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽപ്പാനിടയാക്കട്ടെ. മാത്രമല്ല ദൈവമക്കളെ, ഈ മഹാകഷ്ടതയുടെ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുക. കഷ്ടങ്ങൾ വരുമ്പോഴും കണ്ണുനീര് വരുമ്പോഴും ദൈവം അറിയാത്തൊരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. മുൻകൂട്ടി അറിയിക്കാത്ത ഒരു ദോഷവും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. എന്നാൽ ഈ വചനഭാഗങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ യഹോവയുടെ ശിക്ഷാവിധിയിൽ അകപ്പെട്ട് കിടക്കുന്ന നമുക്ക് രക്ഷപ്പെടാനും ആ പാദപീഠം മാത്രമല്ലാതെ നമുക്കൊന്നുമില്ല. ദൈവത്തോട് മത്സരിക്കാതെ വേഗത്തിൽ ദൈവസത്യം മടങ്ങി ചെന്ന് പ്രാർത്ഥിക്കാനിടയാകട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നനായ എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, നിന്റെ തിരുസന്നിധിയിലേക്ക് അടികളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയതും പറഞ്ഞു പോയതും എല്ലാ പിഴകളെയും എല്ലാവരോടും കർത്താവ് ക്ഷമിക്കണമേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ മഹാപാപത്തെ ദൈവം ക്ഷമിക്കണമേ. കർത്താവെ, അവിടുത്തെ കോപത്തിൽ നിന്ന് ക്രോധത്തിൽ നിന്നും എത്രയും വേഗം എല്ലാവരും രക്ഷപ്പെടേണ്ടതിന് എൻ്റെ കർത്താവെ, ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർത്ത് ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാനിടയാക്കണമേ. സ്വർഗം സന്തോഷിപ്പാനിടയാക്കണമേ. അനുതാപവാക്യങ്ങളോടുകൂടി കർത്താവിൻ്റെ അരികിലേക്ക് വരുവാനിടയാക്കണമേ. എൻ്റെ കർത്താവെ, കാൽവരിയിലെ രക്തം കൊണ്ട് ശുദ്ധി വരുത്തണേ, നിർമ്മലമാക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണേ. യേശുനാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.